ഗൈസ് നമ്മളിവിടെ ഒട്ടകത്തിനെ കണ്ടിട്ട് അങ്ങനെ നിർത്തിയതാണ്. ഒരു ഒട്ടകം വരുന്ന വഴിക്കൊക്കെ കണ്ടായിരുന്നു. കാണുന്നതാണ് ഹവാ മഹൽ. 953 കിളിവാതിലൊക്കെ ഉള്ള നമ്മുടെ ഹവാ മഹലാണിത്. അപ്പം ഇങ്ങനെയുണ്ട് കാണാനായിട്ട്. ഞാനിട്ട ഡ്രസ്സും മാച്ചാണ്. അപ്പൊ ഇതാണ് കിളിവാതിലിന്റെ അകത്തുനിന്നുള്ള ദൃശ്യം. അന്നത്തെ എങ്ങനെ നമ്മള് ഡ്രസ്സൊക്കെ ഇട്ടു. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇനി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ കരുതി. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ കേരള ടു കാശ്മീർ യാത്രയുടെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലാണ്, ജയ്പൂരിലാണുള്ളത്. ഞങ്ങളുടെ പുറകെ കാണുന്നതാണ് ഹവാ മഹൽ. 953 കിളിവാതിലൊക്കെ ഉള്ള നമ്മുടെ ഹവാ മഹലാണിത്. അപ്പം നമുക്ക് കയറി കണ്ടപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇത് ജയ്പൂരാണ്. ജയ്പൂർ സിറ്റിയുടെ അടുത്ത് തന്നെയാണ്. ഭയങ്കര തിരക്കാണ്. റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലപോലെ ഡ്രസ്സ് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. നല്ലപോലെ ഷോപ്പ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഡ്രസ്സ് ഐറ്റം എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതേ ഹവാ മഹലിന്റെ ഫ്രണ്ട് തന്നെയാണ് നമ്മളുള്ളത്. നമ്മളങ്ങനെ ഹവാ മഹലിന്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ചെറിയൊരു എൻട്രൻസ് ആണ്. ടിക്കറ്റ് കൗണ്ടർ അകത്തുണ്ടെന്നാണ് പറയുന്നത്. അകത്തേക്ക് പോയി നോക്കാം. പുറത്ത് നല്ല വെയിലാണ്, പക്ഷെ നല്ല രസം കാണാൻ. പിങ്ക് സിറ്റിയാണ്. ഫുൾ പിങ്ക് ആണ് കാണാനായിട്ട്. ഞാനിട്ട ഡ്രസ്സും മാച്ചാണ്. അമ്മുവിന് മാച്ച് ഇല്ല. അമ്മു ഗ്രീൻ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാലേ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫോണ് ശ്രദ്ധിക്കണം. നിങ്ങളുടെ പൈസ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതുകൂടാതെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ രാജസ്ഥാനി ട്രഡീഷണൽ ഡ്രസ്സ് വെച്ചിട്ട് ഫോട്ടോ എടുത്തു തരാൻ ഒരുപാട് പേര് നിങ്ങളെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ നിങ്ങളതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ബെറ്റർ എടുക്കുന്നതായിരിക്കും നന്നായിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ട് എടുക്കുക അല്ലേ. ഫുൾ ആൾക്കാർ നമ്മുടെ പുറകെ കൂടുകയാണ്. എല്ലാവരും നമ്മുടെ പുറകെ കൂടുകയാണ്. എടുക്കണമെന്ന് വെച്ചിട്ട് നമ്മളിത് എടുത്തിട്ടില്ല. നമ്മൾ എടുക്കാൻ ആഗ്രഹമുണ്ട്. നമ്മൾ ആദ്യം ഹവാ മഹൽ ഒന്ന് പോയി കാണട്ടെ, എന്നിട്ട് ബാക്കിയെല്ലാം. രണ്ടുപേർക്ക് 104 അല്ലേ? കയറിയിട്ട് സ്റ്റെപ്പ് കയറിയിട്ട് അകത്തേക്ക് പോവാം. സോ നമ്മളങ്ങനെ ഹവാ മഹലിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. കയറി വരുന്ന ഉടനെ ഡാൻസിങ് ഹാളാട്ടോ. ഇവിടെ രാജ്ഞി ഡാൻസ് കാണുന്ന സ്ഥലമാണത്. അവിടെ നിന്ന് ഇവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കും. ഇത് ആക്ച്വലി കൊട്ടാരത്തിലെ ലേഡീസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയുള്ള ഒരു പാലസ് ആണ് നമ്മുടെ ഈ ഹവാ മഹൽ എന്ന് പറയുന്നത്. കാരണം അവരുടെ കൊട്ടാരത്തിലുള്ള ലേഡീസിനൊന്നും പുറത്ത് പോകാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ട് അവർക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാലസ് ആണ്. ആ കിളിവാതിലൂടെ ലേഡീസിനെല്ലാം പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റും. അതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാലസ് ആണ്. 953 കിളിവാതിലാണ് ഇതിനകത്തുള്ളത്. അനുവാദമില്ല, അന്നത്തെ കാലത്തില്ലായിരുന്നു. അതിനു വേണ്ടിയിട്ടായിരുന്നു പുറത്തുള്ള കാഴ്ചകളും വിവരങ്ങളും എല്ലാം അറിയാനായിട്ട് 953 കിളിവാതിൽ ഉണ്ടാക്കി. അപ്പൊ അവർ അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ട് കാണുകയും ചെയ്തല്ലേ. കഷ്ടമല്ലേട്ടാ, അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇതാണ് കിളിവാതിലിൻ്റെ അകത്തുനിന്നുള്ള ദൃശ്യം. അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ഇതിലൂടെ ഇരുന്നിട്ട് പുറത്തെ കാഴ്ചകളും ഡാൻസും കാര്യങ്ങളും ഇങ്ങനെ നിരനിരയായിട്ട് കിളിവാതിലുണ്ട് ഇവിടെ. അതാണ് കിളിവാതിൽ. ഈ കുഞ്ഞു സംഭവം ഇതിലൂടെ ഇത് തുറന്നിട്ടാണ് അന്നത്തെ സ്ത്രീകളൊക്കെ പുറത്തേക്ക് കണ്ടുകൊണ്ടിരുന്നത്. ഇങ്ങനെ 953 കിളിവാതിലുകൾ ഈ കൊട്ടാരത്തിലുണ്ട്. 1799 ഈ കൊട്ടാരം, ഈ പിങ്ക് പാലസ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രതാപ് സിംഗ് എന്ന് പറഞ്ഞൊരു രാജാവാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്, ഇനീഷ്യേറ്റീവ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വേണ്ടി, ഒരാൾക്കും വേണ്ടിയല്ല, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കൊട്ടാരം. അതാണ് ഈ മാത്രമുള്ള കൊട്ടാരം. ഈ സ്ഥലം തന്നെ അറിയപ്പെടുന്നത് പിങ്ക് സിറ്റി. വരുന്ന സമയത്തുള്ള ബിൽഡിങ്സും കാര്യങ്ങളെല്ലാം പിങ്ക് ആണ് അല്ലേ. രാജസ്ഥാനി ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ പോയി നോക്കാണ്. റേറ്റും കാര്യങ്ങളൊന്ന് ചോദിച്ചു നോക്കട്ടെ. അപ്പോൾ ഇവരെന്താ പറയാൻ നോക്കാം. അപ്പോൾ ഇവരൊക്കെയാണ് ഡ്രസ്സ് ചെയ്ത് ഫോട്ടോ എടുത്ത് തരുന്ന ആൾക്കാർ. നമുക്ക് ചോദിച്ചു നോക്കാം റേറ്റും കാര്യങ്ങളൊക്കെ എത്രയാണെന്നുള്ളത്. എങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടു. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ. ഹവാമഹലിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെ കാണിച്ചു കേട്ടോ. അടിപൊളി ഫോട്ടോസാണ്.
ഇനി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ കരുതി നമ്മൾ കുറച്ച് ചുരിദാർ ഒക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ വാങ്ങി വെക്കാം. നമ്മുടെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഷോപ്പിന് തൊട്ട് മുമ്പിലാട്ടോ. KL56 രാജസ്ഥാൻ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. 3 ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട്. ഒരു ചുരിദാർ അല്ലേ, 2 കുർത്ത ടോപ്പ്, ഒരു കുർത്ത. ഞങ്ങളെടുത്ത ഫോട്ടോസൊക്കെ ഞാൻ കിട്ടി. ഇവിടെ കാണിച്ചേ. 1 2 ബാക്ക്ഗ്രൗണ്ട് പോക്കോളായി കഴിഞ്ഞിട്ടോ. അപ്പൊ നമ്മളങ്ങനെ ഹവാമഹലൊക്കെ കണ്ട് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഇതൊക്കെ പിടിച്ച് കുടമൊക്കെ പിടിച്ച് കുടമൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു അല്ലേ. ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇനി നേരെ ഞങ്ങൾ പോകുന്നത് കോട്ട്പത്തിലേക്കാണ്. കാരണം നമുക്ക് നാളെ ഒരു ലോങ് ഡ്രൈവ് ഉള്ളതാണ്. നാളെ നമ്മൾ പഞ്ചാബിലേക്ക് കയറും. അപ്പൊ അതിന് മുമ്പ് അതായത് ഒറ്റ ഡ്രൈവിൽ നമുക്ക് പഞ്ചാബിൽ എത്താൻ പറ്റില്ല. അപ്പം പഞ്ചാബിന്റെ രാജസ്ഥാൻ ഇടയിൽ നമുക്കൊരു രാജസ്ഥാനിൽ തന്നെയാണ് കോട്ട്പത്തിലി. അപ്പൊ കോട്ട്പത്തിലേക്ക് പോകണം. അവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ വിചാരിച്ചത്. അപ്പൊ അവിടെ സ്റ്റേ ചെയ്ത് പിന്നെ കുറെ കുറച്ച് നമ്മൾ തീരെ എന്താ പറയാ ചുമയോട് വിട്ടു മാറിയിട്ടില്ല. അപ്പൊ അതൊന്ന് കുറച്ചുകൂടി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ, കാരണം നമ്മളിങ്ങനെ നല്ല ചൂടുമാണ് ഇവിടെ. അപ്പൊ അത് എഫക്ട് ചെയ്ത് നമുക്ക് തീരെ വയ്യാണ്ടായ പിന്നെ ബുദ്ധിമുട്ടാവുമല്ലോ. 3 hours ഡ്രൈവ് ഉണ്ട് കോട്ട്പത്തിലേക്ക്. ഭയങ്കര തിരക്കാട്ടോ ഈ ജയ്പൂർ. ടുക് ടുക് വണ്ടി, ഈ ഓട്ടോകൾ ഒരു ലക്കും ലകാനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നോ, ഒരു ഒരു വകയിലാണ് ഞാൻ രക്ഷപ്പെട്ടെന്ന് പറയാനില്ല. കുറച്ചുകൂടി പോകാനുണ്ട്, എന്നാലും ഈ തിരക്കുന്നൊന്നും രക്ഷപ്പെടുള്ളൂ. ഹവാമഹൽ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയല്ല, ഒരു രക്ഷയില്ല ഹവാമഹൽ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ലുക്കാണ്. അതായത് ടൗണിൽ തന്നെയാണ്, റോഡിന്റെ നേരെ വക്കിലാണ് ഈ ഹവാമഹൽ ഉള്ളത്. ജയ്പൂർ ടൗണിൽ തന്നെ. ഒരു ആഘോഷം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ അമ്മ? നമ്മള് വരുന്ന വഴിക്കൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഡാൻസ്. മെയിൻ ഡാൻസ് തന്നെയാണ് പരിപാടി. ിലേക്കുള്ള യാത്രയിലാണ്. ഇനി ഒരു 95 കിലോമീറ്റർ അല്ല 90 കിലോമീറ്റർ കൂടെ ഉള്ളൂ. നല്ലൊരു സ്ഥലങ്ങൾ നിർത്തിയാണ്. ഞങ്ങൾക്ക് ചായ കുടിക്കണം. പക്ഷേ ഇവിടെ ഹോട്ടലൊന്നും ഇല്ല. പക്ഷെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലം കണ്ട് നിർത്തിയാണ്. നോക്കിയേ, അങ്ങനെ നിരനിരയായിട്ട് മല ഇങ്ങനെ ഒരേ ഹൈറ്റിൽ കണ്ടോ. എത്ര ലോങ്ങിലാണ് മലയുള്ളത്. ഇതൊരു ചെറിയ പോക്കറ്റ് റോഡിൽ ഞങ്ങൾ കയറ്റി കേട്ടോ, ചുമ്മാ കാണാൻ വേണ്ടിയിട്ട് കയറ്റിയതാണ്. ഇവിടെ ഒരു നായുണ്ട്, അതാണ് ചെറിയൊരു പേടി. നല്ല അടിപൊളി സീനറി ഇല്ല ഇവിടെ. ഗൈസ്, നമ്മളിവിടെ ഒട്ടകത്തിനെ കണ്ടിട്ട് അങ്ങനെ നിർത്തിയതാണ്. ഒരു ഒട്ടകം വരുന്ന വഴിക്കൊക്കെ കണ്ടായിരുന്നു. പക്ഷെ ഒരാളൂടെ കിടന്ന് ഇങ്ങനെ ഭയങ്കര കറക്കാണ്. ഗൈസ്, ഇതൊക്കെ മാർബിളിന് വേണ്ടി എടുക്കുന്ന കേട്ടോ. മല ചെത്തി എടുക്കുന്നുണ്ട്. അവിടെ കല്ലുകൾ മുഴുവൻ എടുത്ത് നമ്മുടെ നാട്ടിലുള്ള പോലെയുള്ള പാറയല്ല കണ്ട് ഇവർക്ക് മാർബിൾ അത് വെച്ചിട്ട് കല്ല് വെച്ചിട്ട് മാർബിൾ അവർ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറേ ട്രാവൽ ചെയ്തു. നല്ല തലവേദന. അപ്പോൾ ഒരു ചായ കുടിക്കാൻ കരുതി ഞങ്ങൾ ആസ് യൂഷ്വൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആലു പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. അച്ചാറുണ്ട്. അമ്മൂടെ തീരെ വൈകി കേട്ടോ, സുഖമല്ല. അപ്പം ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിക്കാൻ കഴിയുന്നു. പ്രൈവറ്റ് കാണിക്കാൻ ധൈര്യമില്ല. ഇനി നമ്മൾ പഞ്ചാബിലേക്കും കാശ്മീരിലേക്കും പോകുമ്പോൾ അതിന് മുമ്പേ മാറ്റിയെടുക്കണം. അപ്പോൾ ഞങ്ങളുടെ ആലു പൊറോട്ട വന്നേ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? അതിൻ്റെ കൂടെ എന്താ ഉള്ളത്? ബട്ടറോ? ചായ കുടിച്ചത് ചായ കണ്ടു നോക്കും. ഞങ്ങളിത് എവിടെ പോയാലും മഴ കേട്ടോ. ഞങ്ങൾ ഉദയ്പൂർ പോയി അവിടെ മഴ, ജയ്പൂർ മഴ. അതേ ഞങ്ങൾ കോട്ട്പത്തിലി പോവാണ്, അവിടെ ഇതാ നല്ല പെരും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പക്ഷെ നല്ല രസം കേട്ടോ. നോക്കിയ കുറച്ച് സമയം ചൂടാവുന്നോടേക്ക് ആവുന്നില്ല. ഹവാമഹലിലെ ചൂടുകൊണ്ട് ഭയങ്കര പൊടി റോഡായിരുന്നു. പക്ഷെ ഇപ്പം മഴ പെയ്ത് അടിപൊളിയായി.
മഴയാണ് രസം. അപ്പത്തിലേക്ക് ഇനി ഒരു 28 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ ഭയങ്കര തലവേദന. അപ്പൊ ഞങ്ങള് മെഡിസിൻ എടുക്കുവാണ്. ഒരു ലോഡ് മെഡിസിൻ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ? അപ്പൊ തലവേദന ഒരു സെക്കൻഡ് അമ്മ. അപ്പൊ മെഡിസിൻ എടുക്കട്ടെ. തലവേദന മാറുന്നില്ല. ചായ കുടിച്ച് നോക്കി, പക്ഷെ മാറുന്നില്ല. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് നല്ല കൃഷിയാണ് ഇവിടെ സൈഡാക്കിയതാണ്. ഇവിടെ നിറയെ ചോളത്തിൻ്റെ കൃഷിയാണ്. അതുപോലെ ഇതുണ്ട്, ഇത് മൊത്തം ചോളാണ്. ഇവിടെ എന്തോ അവർ കൂട്ടിയിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. ചോദിച്ചു നോക്കാം അവരുടെ എന്താണ്. അവിടെ കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. നമുക്ക് അവരുടെ ചോദിച്ചു നോക്കാം. പിന്നെ ഇവിടെ എന്താണ്, പുല്ലാണെന്ന് തോന്നുന്നില്ല. ഇത് എന്തോ വൈക്കോൽ പുല്ല് അങ്ങനെ എന്തോ തോന്നുന്നു. ആണെന്ന് തോന്നുന്നു. പിന്നെ തന്നെ ആയിരിക്കും ാൻ വേണ്ടിയിട്ട് ഇവർ ഇവിടുന്ന് ട്രാക്ടറിൽ ഇങ്ങനെ കൊണ്ടുപോവാണ്. കണ്ടോ, കെട്ടുകെട്ടായി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പശുവിന് കന്നുകാലികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പോയാലോ? എങ്ങനെയുണ്ട് ബ്ലോക്ക്? നല്ല കട്ട ബ്ലോക്കാണ്. ഏകദേശം 1 മണിക്കൂർ നേരമായി ഞങ്ങൾ ഈ ബ്ലോക്ക് കിടക്കുന്നത്. ഞങ്ങൾ കോട്ട്പുത്തിലാണ് റൂം എടുത്തേക്കുന്നത്. കോട്ട്പുത്തിൽ എത്താൻ ഇനി ഒരു 8 കിലോമീറ്റർ ഉള്ളൂ. ഞങ്ങൾ ഇത്ര നേരെ ബ്ലോക്കിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ശരിക്കും 1 അവർ 1 മണിക്കൂറെ ട്രാവൽ ഹോട്ടലില്ലായിരുന്നേ. പക്ഷേ അപ്പൊ 4:30 ആവും. ഇപ്പൊ 4:30 5 മണിയാവും റൂമിൽ തന്നെ കാണിക്കുന്നത്. അറിയില്ല, അത്രയും ബ്ലോക്കാണ്. കംപ്ലീറ്റ് ലോറികളാണ് എല്ലാം. മറ്റേ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിക്കില്ല ഇത്രയും പൊക്കത്തിലുള്ളല്ലോ. അത്രയും ഉയര ലോറിക്കില്ല. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഭയങ്കര ബ്ലോക്കിന് ശേഷം നമ്മൾ റൂമിലെത്തി. എത്തിയുള്ളൂ. ഏകദേശം ഒരു 1 മണിക്കൂറോളം ഞങ്ങൾ ബ്ലോക്കിൽ കുടുങ്ങി. അപ്പോൾ ഞങ്ങൾ നേരെ വന്ന റൂം എടുത്തു. ഇതാണ് അപ്പം ഞങ്ങളെ റൂം. ഓക്കെ, അപ്പം ഒരു മോശമില്ലാത്ത റൂമാണ്, കുഴപ്പമില്ല, നല്ലൊരു റൂമാണ്. ഭയങ്കര റേറ്റ് ആണ് ഇവിടെ. ഇത് ചെറിയ റൂമാണ്, എന്നിരുന്നാലും അത്ര 2000 അടുത്ത് ആയിട്ടുണ്ട് അല്ലേ? 2000 അടുത്ത്. ഓൺലൈനിൽ ഞങ്ങൾ നോക്കിയപ്പോൾ അതിൽ കുറഞ്ഞായിട്ടൊന്നുമില്ല. അപ്പം ഞങ്ങൾ നേരെ റൂം എടുത്തു. ഇപ്പോൾ റൂമിൽ ഇപ്പോൾ ജസ്റ്റ് കയറി. ഇനി കുറച്ച് റെസ്റ്റ്. നാളെ ഞങ്ങൾ പോകുന്നത് അമൃത്സറിലേക്കാണ്, പഞ്ചാബിലേക്കാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളത് കോട്ട്പുത്തലിയാണ്. ഇവിടുന്ന് പഞ്ചാബിലേക്ക്, അതായത് അമൃത്സറിലേക്ക് നാളെ നല്ല ദൂരമുണ്ട്. ഏകദേശം 9 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. 9.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അത് കണ്ടിന്യൂസ് ഡ്രൈവാണ്. അപ്പോൾ നമ്മൾ ബ്രേക്കൊക്കെ എടുത്ത് പോകുമ്പോൾ അതിൽ കൂടുതൽ ടൈം എടുക്കും. ഇന്നത്തെ ദിവസം നമ്മൾ കുറച്ചേ ഡ്രൈവ് ചെയ്തുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ബ്ലോക്ക് കൂടുതലായിരുന്നു. നാളെ ബ്ലോക്കൊന്നും ഇല്ലാതിരിക്കട്ടെ. അപ്പം നമ്മൾ നേരത്തെ 5 മണിക്ക് ഇറങ്ങാൻ വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ടാറ്റാ, ബൈ ബൈ. നാളെ കാണാം കേട്ടോ. ബൈ. അപ്പം നമ്മൾ സെയിം ഹോട്ടലിൽ തന്നെ താഴെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഒരു പാവ് ബജി പറഞ്ഞു. ഇന്ന് നൈറ്റിലെ ഫുഡ് ഇതാണ്. ഞങ്ങൾ ആദ്യമായിട്ട് കേട്ടോ പാവ് ബജി അല്ലേ കഴിക്കുന്നത്. അപ്പം കഴിച്ചു നോക്കട്ടെ. ഞങ്ങൾ എക്സ്ട്രാ പാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം കഴിച്ചു നോക്കട്ടെ. അങ്ങനെ ഉണ്ട്. ബൈ ബൈ.